ഇനി നമുക്ക് ഫസ്റ്റ് ഒരു ഏരിയ ഓഫ് എ സർക്കിൾ കണ്ടുപിടിക്കാനുള്ള ഫ്ലോ ചാർട്ട് നമുക്ക് വരച്ചു നോക്കാം. സോ ഇതാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദറ്റ് ഈസ് എ സ്റ്റാർട്ട്. ഇപ്പോൾ ഫ്ലോ ചാർട്ടിൽ ആദ്യം ഏത് അൽഗോരിതം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ബോക്സിലാണ്. ദാറ്റ് ഈസ് സ്റ്റാർട്ട് സിമ്പിൾ. ദെൻ അടുത്തത് നമ്മൾ റീഡ് ചെയ്യുന്നതാണ്. ഒരു ഏരിയയുടെ റേഡിയസ് നമുക്ക് ഫസ്റ്റ് റീഡ് ചെയ്യണം. അത് ഫ്ലോ ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു പാരലോഗ്രാമാണ്. നമ്മൾ നേരത്തെ കണ്ടു. ഇറ്റ്സ് എ ഗ്രാഫിക്കൽ സിമ്പിൾ യൂസ് ടു റീഡ് റേഡിയസ്. അടുത്തത് ഏരിയ ആണ്. ഓക്കെ, ദിസ് ഇസ് ദ ഏരിയ. നമ്മളിപ്പോൾ ഇതൊരു പ്രോസസ്സിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് റെക്റ്റാങ്കുലർ ബോക്സിൽ. അതായത് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് ഒരു പ്രോസസ്സിങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഏരിയ ഈസ് ഈക്വൽ ടു എ ഈസ് ഈക്വൽ ടു 3.14 ആർ. അടുത്തത് നമുക്ക് എ പ്രിൻറ്റ് ചെയ്യുവാണ്. ഓക്കെ, പാരലോഗ്രാമിൽ നമ്മളിപ്പോൾ ഒരു ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു വേരിയബിൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പാരലോഗ്രാമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ ഏതൊരു ഫ്ലോ ചാർട്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റാർട്ട് സിമ്പൽ ഉണ്ടാവും. പിന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ലാസ്റ്റ് സ്റ്റോപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് റെക്റ്റാങ്കുലർ പാരലോഗ്രാമാണ്. നമ്മളൊരു റീഡ് ചെയ്യുമ്പോഴും പ്രിൻറ്റ് ചെയ്യുമ്പോഴും നമ്മൾ റെക്റ്റാങ്കുലർ ഈ പാരലോഗ്രാമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ റെക്റ്റാങ്കുലർ ബോക്സ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സിങ് സ്റ്റേറ്റ്മെൻറ്റിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണൊരു സിമ്പിൾ അൽഗോരിതം ഫ്ലോ ചാർട്ട് ഫോർ ഫൈൻഡിങ് ഏരിയ ഓഫ് എ സർക്കിൾ. അപ്പോൾ നമുക്ക് ഈ അൽഗോരിതം നമ്മൾ ഇതിനകത്ത് ഡയഗ്രമാറ്റിക് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ.